കണ്ണൂർ പയ്യന്നൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച്. പയ്യന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിലാണ് മൊയ്തീൻകുട്ടിയും ഭാര്യയും ഖൈറും LDFന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. മൊയ്തീൻകുട്ടി 31-ാം വാർഡായ കൊച്ചിയിലും ഖൈറു 35-ാം വാർഡായ തായ്നേരി വെസ്റ്റിലും മത്സരിക്കുന്നു. രണ്ടുപേരെയും ഒരുമിച്ച് മത്സരിപ്പിക്കാൻ തീരുമാനിച്ച നേതൃത്വത്തിന്റെ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ കഴിയുമെന്നാണ് ദമ്പതിമാർ പറയുന്നത്. ഞാൻ പുഞ്ചക്കാടാണ് താമസം. അപ്പോൾ എൻ്റെ വാർഡ് 31-ആണ്. അപ്പോൾ എന്നെ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. ഞാനിവിടെ വന്ന് സന്തോഷമായിട്ട് ഇവിടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു എന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിറ്റേത്തെ ദിവസം അപ്പോൾ അന്ന് വൈഫ് എന്ന് പറയുന്നത് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ഒരു വീട്ടിൽ നിന്ന് രണ്ടാൾ സ്ഥാനാർത്ഥി എന്നില്ല ഞാൻ വേണ്ടി കേട്ടിട്ട് എൻ്റെ അറിവിൽ കേട്ടില്ല. അപ്പം പാർട്ടി എന്തുകൊണ്ട് അങ്ങനെ നമ്മളൊരു ജനങ്ങളായിട്ടുള്ള ബന്ധം കൊണ്ടാണോ അപ്പോൾ അങ്ങനെ രണ്ടാളി കണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് എന്തായാലും ആ പാർട്ടി പറയുന്നതായതുകൊണ്ട് നമ്മളതിന് മുഖലൊക്കെ എടുത്തിട്ട് നമ്മളത് ഉൾക്കൊണ്ടു സ്വീകരിച്ചു. കുടുംബപരമായിട്ട് എല്ലാവരും അഭിപ്രായക്കുറവൊന്നുമില്ല. പക്ഷേ കുട്ടികൾ രണ്ടാൾ ഗൾഫിലുണ്ട്, അവരെ നോക്കണ്ട. മറ്റേ രണ്ടാൾ ഒരാൾ കോളേജും ഒന്ന് +2 ആണ്. എന്നാലും രാവിലെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കഴിയുന്നവരെ രാവിലെയും വൈകുന്നേരം വരെയുള്ള ഭക്ഷണം അതിൻ്റെ ഉമ്മാവും അനിയത്തിയില്ല കൊണ്ട് ഭക്ഷണമെല്ലാം അവരുണ്ടാക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് പോകുന്നു. അപ്പോൾ നല്ല പ്രതീക്ഷയിലില്ല ജയിക്കുന്നില്ലത്. അതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നിച്ചില്ല. എൻ്റെ എല്ലാം വാർഡിൽ ഒരാൾ പോലും അതിൽ ഭിന്ന സ്ഥലമില്ല. എല്ലാ ആൾക്കാരും ഞാൻ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. മാത്രമല്ല ആ കുടുംബം നമ്മളെ കൊച്ചി മുതൽ പുഞ്ചക്കാടിലെ എല്ലാ കുടുംബങ്ങളും ഞാൻ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം അതിപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുമായിട്ട് തന്നെയാണ് ഖൈറുവിൻ്റെ കാര്യം. ഖൈറുവിന് ഇപ്പം ഇവരെല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. അവരെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അവരുണ്ട് ഒന്നിച്ച്. അപ്പോൾ അതുകൊണ്ട് ഒരു വിജയ പ്രതീക്ഷയിലുണ്ട്. രണ്ടാളും ജയിക്കും എന്നില്ല തന്നെയാണ് പറയില്ലത്. മിനിയാന്ന് കുഞ്ഞുട്ടിക്ക സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ട് വിവരം വന്നത് വളരെ സന്തോഷമായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറേ വർഷമായി കുഞ്ഞുട്ടിക്ക സജീവ പാർട്ടിക്കാരനാണ്. അതുകൊണ്ട് നല്ല സന്തോഷമുണ്ടായിന്. പിറ്റേന്നാൾ ഒന്നും അറിയുന്നില്ല. പിറ്റേന്ന് സുജേട്ടൻ വിളിച്ചു, ഇങ്ങനെ മീറ്റിംഗ് ഉണ്ട്, സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് നിങ്ങൾ വരണമെന്നില്ല, എല്ലാ അംഗങ്ങളെയും അറിയിച്ച പ്രകാരം ഞാനും പോയി. പക്ഷേ പെട്ടെന്നാണ് എന്തായാലും അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. മക്കളെയും ഇങ്ങനെയെല്ലാം രണ്ടുപേരും ഇതിലൊന്നിച്ചിട്ട് വരുമ്പോൾ ഇല്ല ഒരു പ്രശ്നം. അതെല്ലാവരും കുടുംബവും എല്ലാവരും ഒന്നിച്ചിട്ടുണ്ട്. കുഞ്ഞുട്ടിക്കാരെ ഫുൾ സപ്പോർട്ടുണ്ട്. നമ്മളെ ബ്രാഞ്ചിലെ എല്ലാവരെയും മേൽ കമ്മിറ്റിയും എല്ലാവരുമായിട്ട് നല്ല ഇതുണ്ട്, സപ്പോർട്ടുണ്ട്. നാട്ടുകാരും അവരാന്നല്ല നമ്മളെ ജയിപ്പിക്കേണ്ടത്. അപ്പം പ്രതീക്ഷ തന്നെയാണ്, ജയിക്കുന്നില്ല പ്രതീക്ഷയുണ്ട്. CPIM കൊച്ചി ബ്രാഞ്ച് അംഗവും പയ്യന്നൂർ ഏരിയ വൈസ് പ്രസിഡന്റുമാണ് മൊയ്തീൻകുട്ടി. കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം. CPIM തായ്നേരി സെൻട്രൽ ബ്രാഞ്ച് അംഗവും കുടുംബശ്രീ ADS വൈസ് പ്രസിഡന്റുമാണ് ഖൈറു. ബന്ധുക്കളും മക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമെല്ലാം മികച്ച പിന്തുണയാണ് ദമ്പതിമാർക്ക് നൽകുന്നത്. സീ മലയാളം ന്യൂസ്, കണ്ണൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.